Assalamualaikum. Good morning, friends. This weekend, we spend in Abu Dhabi Ferrari World. We have families, Muhammadu family, Vijayalu family. Okay, let's enjoy. Ferrari World. Abu Dhabi is an indoor amusement park. This Ferrari World is an island. Space frame structure ലോകത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കാണിത്. അതുപോലെ ഏറ്റവും സ്പീഡുള്ള റോളർ കോസ്റ്ററായ ഫോർമുല റോസയും ഇവിടെയാണുള്ളത്. ഈ ഫെറാരി വേൾഡ് 86,000 സ്ക്വയർ മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലെ ലീഡിംഗ് ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നാണ് ഈ ഫെറാരി വേൾഡ്. ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് റോളർ കോസ്റ്റേഴ്സ്, ത്രിൽ റൈഡ്സ്, ഫാമിലി റൈഡ്സ്, ചിൽഡ്രൻ റൈഡ്സ്, പിന്നെ 1-2 ഷോസ് ഇവയുണ്ട്. ഒരിക്കലും നമുക്ക് ഒരു ദിവസം മുഴുവൻ കൊണ്ട് ഫെറാരി വേൾഡിലെ എല്ലാ റൈഡുകളും കയറുകയും മുഴുവൻ കണ്ടു തീർക്കാനും കഴിയില്ല. ഇവിടുത്തെ ചില റൈഡുകളും ഷോകളും എല്ലാം ഫ്രീ ആണ്. അതുപോലെ ചില റൈഡുകൾക്കും ഷോക്കുമെല്ലാം എൻട്രി ഫീസും ഉണ്ട്. ഫ്രീ എന്ന് ഉദ്ദേശിച്ചത് ഫെറാരി വേൾഡിൽ എൻട്രി ചെയ്യാനുള്ള ഫീസ് കൊടുക്കണം. റൈഡുകൾക്ക് സെപ്പറേറ്റ് ഫീസ് ഇല്ല. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഡ്രൈവ് ബൈ ഫെറാരി എന്നുള്ള റൈഡാണിത്. ഇത് ടർബോ ട്രാക്കാണ്. ഫെറാരി ട്വിസ്റ്റ് ഡ്രൈവ്. നല്ല സ്പീഡിൽ പോയി വെർട്ടിക്കലായി നിന്ന് സീറോ ഗ്രാവിറ്റിയിലൂടെ താഴോട്ട് വീഴുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു റൈഡ് കയറുമ്പോഴും വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല. ക്യാമറ ഒന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല ലൂസ് ആയിട്ടുള്ള ഓരോ ഒബ്ജക്റ്റും കയ്യിൽ എടുക്കാനും പറ്റില്ല. ഇത് ബെൽ ഇറ്റാലിയാണ്. സ്മാൾ സ്കെയിലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിനി ഇറ്റലിയാണിത്. മിനി ഇറ്റലിയുടെയുള്ള ഒരു ടൂറാണിത്. റോളർ കോസ്റ്റേഴ്സിൽ വരുന്ന ഫ്ലൈയിങ് ഏസസ് ആണിത്. വേൾഡ് ടോളസ്റ്റ് നോൺ ഇൻവേർട്ടിംഗ് ലൂപ്പാണിത്. 51 ഡിഗ്രി ഇൻക്ലൈനും 120 km/hലും പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റോളർ കോസ്റ്റർ ലൂപ്പാണിത്. ഇറ്റാലിയൻ സ്ട്രീറ്റിന്റെ മാതൃകയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഏരിയ. ഇതിലൂടെ പോകുമ്പോൾ നമ്മളൊരു സ്ട്രീറ്റിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. മെയ്ഡ് ഇൻ മെറാനിലോ ഫെറാറി GT ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോയാണിത്. നമ്മൾ നേരത്തെ ഖലീഫ പാർക്കിൽ പോയപ്പോൾ അവിടെ ഒരു മ്യൂസിയം കാണിച്ചിരുന്നു. കാർട്ടിൽ പോയിട്ടായിരുന്നു നമ്മൾ ആ മ്യൂസിയം കണ്ടത്. അതുപോലെ തന്നെയുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫെറാരിയുടെ എഞ്ചിൻ ഉണ്ടാക്കുന്നത് മുതൽ പെയിന്റിംഗ്, ഫൈനൽ അസംബ്ലിംഗ് ഇവയെല്ലാം കാണിക്കുന്നുണ്ട്. For many people, owning a Ferrari is a dream, and it's at Maranello where these dreams are made real. At Ferrari, we have a proud racing tradition and a constant desire to innovate. But it's the extraordinary people who work here and their endless pursuit of perfection that make our cars like no other car in the world. Sharing the knowledge of the Formula One racing team and using the most sophisticated technology, one of the most important aspects of the design of a Ferrari is the aerodynamics. The engine has more than 300 components in the world, where the finest manual skills combine with sophisticated technology. The completed body shell is sent to the paint department. Then it's the turn of Ferrari's graceful robots, who paint the car in the customer's chosen color. The body, chassis and engine, the electrics, dashboard and windscreen. In this department, each car travels through about 50 specialized workstations in about 6 days. And once the handcrafted interior is fitted and the wheel nuts are tightened, the car is ready to be tested.
മുഴുവൻ വീഡിയോ ഒന്നും ഇല്ല ഇതില്. ഇത് സ്പീഡ് ഓഫ് മാജിക് ഡ്രൈവിംഗ് ഡ്രീംസ് ആണ്. ഒരു മാജിക്കൽ വേൾഡിലായിരിക്കും ഇവിടെ വന്നാൽ 4 ഡയമെൻഷൻ റൈഡാണിത്. ഇവിടെ നമുക്ക് കടലിന്റെ മുകളിലൂടെ പറക്കാം, അതുപോലെ ഐസ് കേവ്സിലൂടെ എല്ലാം പോകാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാർട്ടിലാണ് നമ്മൾ ഇവിടെയും പോകുന്നത്. അടുത്തതായി പോയത് റോളർ കോസ്റ്ററിൽ തന്നെയാണ്. ഫെറാനോ GT ചലഞ്ച് ആണിത്. കുറച്ചുകൂടെ റൈസ് ഫ്രണ്ട്ലി ആണിത്. ട്വിസ്റ്റിംഗ് എല്ലാം ഉണ്ട് ഇതിലും. 95 km/h ആണ് ഇതിന്റെ സ്പീഡ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷോയാണിത്. അടുത്തതായി ബ്രേക്ക് ടൈം ആണ്. ഇവിടെ തന്നെ കുറെ കാഫറ്റീരിയാസ് എല്ലാം ഉണ്ട്. എല്ലാം നല്ല കോസ്റ്റ്ലി ആണ്. റൈഡുകളിൽ ഇനിയും കയറാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഫെരാരിയുടെ ഒരു എക്സിബിഷൻ ഉണ്ട്. പല കളക്ഷൻ ഉണ്ട് ഇതിന്റെ അകത്ത്. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഏരിയയുണ്ട് ഇവിടെ. അടുത്തതായി പോയത് ബെനൂസ് ഗ്രേറ്റ് റേസിലാണ്. ഒരു ഇന്ററാക്റ്റീവ് ഡാർക്ക് റൈഡാണിത്. നല്ല സ്പെഷ്യൽ എഫക്റ്റോടുകൂടി അറേഞ്ച് ചെയ്തതാണ്. നമ്മൾ ഗെയിം എല്ലാം കളിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്.
അടുത്തതായി ഞങ്ങൾ പോയത് വയാജിയോ ഇറ്റാലിയ. ഹൈറ്റിനെ പേടിയുള്ളവർക്ക് ഈ റൈഡിൽ കയറാൻ പാടില്ല. ഇറ്റാലിയൻ സിറ്റിയുടെ മുകളിലൂടെ ഫ്ലൈറ്റിലൂടെ ഒരു ട്രാവലിംഗ് ആണിത്. അവിടുത്തെ മലകളും താഴ്വരയും സിറ്റിയും എല്ലാം നമുക്ക് ഫ്ലൈറ്റിലൂടെ കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. അടുത്തതായി ഞങ്ങൾ പോയത് ഫോർമുല റോസയിലാണ്. ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള റോളർ കോസ്റ്റർ ആണിത്. 240 km/h ആണ്. എയർക്രാഫ്റ്റിലെല്ലാം ഉപയോഗിച്ചതുപോലെ ഹൈഡ്രോളിക് ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2.2 കിലോമീറ്റർ ലെങ്ത് ആണ് ഈ റോളർ കോസ്റ്ററിന്റെ ട്രാക്കിനുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബെൽ ഇറ്റാലിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫെറാരി വേൾഡ്. തീർച്ചയായും ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഒരു വീക്കെൻഡ് ഇവിടെ ചിലവഴിക്കാനുള്ള ഫണ്ടും മറ്റ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഷോപ്പിംഗ് എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടെ ഉണ്ട് ഇവിടെ. റേറ്റ് കുറച്ച് അധികമാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. Thanks for watching.